എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് സത്യമംഗലം ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. ഈ പോകുന്ന പോക്കിന് നമുക്ക് ഒരു വളം കൂടി ഇറക്കി കൊടുക്കാനുണ്ട് കസ്റ്റമറിന്. പേരാമ്പ്രയിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നമ്മളുണ്ടാക്കുന്ന വളം 3 ചാക്ക് കസ്റ്റമർ വേണമെന്ന് പറഞ്ഞ് അപ്പം പോകുന്ന പോക്കിന് പേരാമ്പ്രയിൽ അതും ഇറക്കി കൊടുക്കണം. എന്നിട്ട് വേണം സത്യമംഗലം പോകാൻ വേണ്ടി. ഞാൻ ഈ പോകുന്ന റോഡ് എന്ന് പറയുന്നത് വടകര, പേരാമ്പ്ര, താമരശ്ശേരി, മുക്കം, മഞ്ചേരി, പിന്നെ അങ്ങനെ പെരിന്തൽമണ്ണ കയറി അങ്ങനെയാണ് ഞാൻ കോയമ്പത്തൂർക്ക് പോകുന്നത്. ഞാൻ ഈ റോഡ് പണിയൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട് വഴിയാണ് പോകുന്നത്. നമുക്ക് അതായിരിക്കും എളുപ്പം. ആ റോഡ് മൊത്തം മോശമായതുകൊണ്ടാണ് ഞാൻ ഈ വടകരയും തിരിഞ്ഞു പോകുന്നത്. അപ്പം ഇങ്ങനെ ആർക്കെങ്കിലേക്കൊക്കെ സാധനമൊക്കെ വേണമെങ്കിൽ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന പോക്കിന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് ഇറക്കി തരുന്നതായിരിക്കും. ഞാൻ ലോറിയും കൊണ്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ചെറിയ റോഡിലൊന്നും കയറി പോലും നടക്കില്ല. അപ്പം ടൗണിലെല്ലാം നമ്മൾ സാധനം ഇറക്കി തരുന്നതായിരിക്കും. അപ്പം ആവശ്യക്കാർ പറയുക. സാധനം ഞാൻ കസ്റ്റമറിന് ഇറക്കി കൊടുക്കുന്നത് കാണിച്ചു തരാം. അമ്മയോട് ഡാറ്റ പറഞ്ഞിട്ട് അപ്പം ഞാൻ പോവാണ്. നിക്കി ഉണ്ട് അവിടെ. നിക്കിയും കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി നേരെ പേരാമ്പ്ര. ഇതാണ് കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ട്. പേരാമ്പ്ര ഞാൻ എത്തി. പേരാമ്പ്ര EMS ഹോസ്പിറ്റലിന് അടുത്താണ് ഞാൻ വണ്ടി നിർത്തിയിരിക്കുന്നത്. ഇനി 3 ചാക്ക് ഈ ഓട്ടോയിലേക്ക് കയറണം. നമ്മൾ 3 ചാക്ക് ഓട്ടോയിലേക്ക് കയറ്റി കൊടുത്തു. ഇതാണ് ചേട്ടൻ, ഇതാണ് കസ്റ്റമർ. അപ്പോൾ എല്ലാം കയറ്റി ഇനി നേരെ സത്യമംഗലം. നിങ്ങൾക്കും ഇതേപോലെ വളങ്ങളോ ഫ്രൂട്ട്സോ ചെടികളോ പിന്നെന്താ കവുങ്ങ്, റബ്ബർ, അങ്ങനെ എല്ലാം നമ്മുടെ നഴ്സറിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ടാണെങ്കിൽ നമ്മളത് അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഇനി നേരെ സത്യമംഗലത്തേക്കാണ്. പാലക്കാട് എത്തി കുറച്ചു നേരം കടന്ന് ഉറങ്ങിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പാലക്കാട് ട്രാവൽ ലോഞ്ചിൽ നമ്മളങ്ങനെ 500 എത്താറായി. വേപ്പമിണ്ണാക്ക് കയറ്റേണ്ട സ്ഥലം. നമ്മൾ ഇന്നലെ പാലക്കാട് ട്രാവൽ ലോഞ്ച് കിടക്കുന്നതൊക്കെ ഞാൻ കാണിക്കാമെന്നാണ് വിചാരിച്ചത്, ആ സ്പോർട്സ് കാര്യങ്ങളെല്ലാം. പക്ഷേ അവിടെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് ക്ലോസാണ്. അത് നമ്മൾ അറിയില്ലായിരുന്നു. അപ്പം അത് ക്ലോസാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നാട്ടിൽ നിന്ന് രാവിലെ പോന്നിട്ട് ഇവിടെ ഒരു രാത്രി ആകുമ്പോൾ എത്തുന്ന രീതിക്ക് വന്നേനെ. അപ്പം ഇതിപ്പോൾ അവിടെ എത്തുമ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കുറച്ച് മുന്നിലായിട്ട് വണ്ടി വെച്ച് വണ്ടിയിൽ തന്നെ കടന്നുറങ്ങി. നല്ല ഇങ്ങോട്ടൊക്കെ കുറച്ച് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ഉറങ്ങാൻ പറ്റി. ഉറങ്ങി എണീച്ച് ഇപ്പം നമ്മൾ 500 എത്താറായി. ഇനി അവിടെ ഇപ്പം സമയം 7:30 ആകുന്നു. അവിടെ അവർ 9 മണിയൊക്കെ ആകുമ്പോഴേ തുറക്കുള്ളൂ. ആ പണിക്കാർ വരാൻ വേണ്ടി ലേറ്റ് ആവും, അതാണ് ചൊറ. അവന്മാർ വരാൻ വേണ്ടി കുറച്ച് ആടി തൂങ്ങിയെല്ലാം വന്ന് ഇത് കയറ്റാൻ കുറച്ച് സമയമാവും. അമ്മമാരെ കൊണ്ട് വേഗം കയറ്റിക്കണം. അത് കയറ്റിയിട്ട് വേണം നേരെ സത്യമംഗലം. കാരണം ഇവിടെ ലേറ്റ് ആയാൽ അവിടെ വാഴവിത്ത് കയറ്റി അവിടെ നാട്ടിലേക്ക് പോരാൻ അതേപോലെ ലേറ്റ് ആവും. അപ്പം ഇനി ഞാൻ അവിടെ വണ്ടി വെച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 7:45. ഇവിടെ വന്നപ്പം ഇതിൻ്റെ മുതലാളിയോട് സംസാരിച്ചപ്പോൾ അവർ ഇപ്പം തന്നെ കയറ്റി തരാമെന്ന് പറഞ്ഞു. സാധാരണ ഇവർ പണിക്കാർ 9 മണിയൊക്കെ ആകുമ്പോൾ വരാറുള്ളൂ. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് ഞാൻ വരുമ്പോൾ ഇവരിവിടെ ഉണ്ട്. ഇന്ന് വേറെ നേരത്തെ എന്തെങ്കിലും പണി ചെയ്യാനുണ്ടാവുമായിരിക്കണം. അതല്ലാണ്ട് ഇവർ ഇത്ര നേരത്തെ എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് ഉപകാരമായി, സാധനം വേഗം കയറ്റാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവിടെ വേഗം കയറ്റി കഴിയുന്നതുകൊണ്ട് എനിക്ക് സത്യമംഗലം വേഗം എത്താനും പറ്റും. അപ്പം അവിടെ ഓൾറെഡി 11-12 മണിയാണ് നമ്മൾ പറഞ്ഞത് എത്താമെന്ന്. അപ്പം അയാൾ ഇനി അതിനനുസരിച്ച് ലാഗാക്കും. അയാളിപ്പോൾ വിളിച്ച് പറയണം നമ്മൾ നേരത്തെ എത്തുന്നു. 20 ചാക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സംഭവം. വേപ്പ് മിണ്ണാക്കെല്ലാം
ഇതാ പിണ്ണാക്ക് കിടക്കുന്നുണ്ടോ, ഇതെല്ലാം പൊടിക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെയാണ് ഇവരുടെ മെഷീനറീസ് എല്ലാം. ഇതാ പിണ്ണാക്ക് 2 ക്വാളിറ്റി എന്നാ സാധനമുണ്ട്. ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും. നമ്മളിപ്പം ഫസ്റ്റ് ക്വാളിറ്റി എടുക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയാണ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ 20 ചാക്ക് കയറ്റിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പം സത്യമംഗലം ടൗണിൽ എത്താനായി തൊട്ട് മുന്നേ ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. വണ്ടിക്ക് കാറ്റടിച്ചിട്ട് പോകാമെന്ന് വെച്ച്, കാരണം ഇനി നമ്മൾ നേരെ ലോഡ് കയറ്റാൻ വേണ്ടി പോവാണ്. അപ്പം കാറ്റടിച്ചിട്ട് പോയില്ലെങ്കിൽ പിന്നെ പണി കിട്ടും. ലോഡ് എപ്പോഴാണ് കയറ്റി കഴിയുന്നതെന്നും പറയാൻ പറ്റില്ല. പിന്നെ ലോഡ് കയറ്റി കഴിയുന്നതിന് മുന്നേ കാറ്റടിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇപ്പം കാറ്റടിച്ചിട്ട് പിന്നെ നേരെ ലോഡ് കയറ്റാൻ വേണ്ടി അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. കാരണം ഇതെടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, അവിടെ മഴയെല്ലാം പെയ്ത് ചെളിപൊളി ആയിട്ടിരിക്കുവാണ്. അപ്പം ലോറി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ താന്നു പോകുമെന്ന് പേടിച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ അത് ചെറിയ റോഡുമാണെന്നാണ് പറഞ്ഞത്, ലോറി പോകാനും കഷ്ടമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് നമ്മൾ റോഡിൽ നിർത്തിയിട്ട് ഇപ്പോൾ അവർ ഇവിടുത്തെ ഒരു ചെറിയ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിയുടെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവരിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കയറ്റുന്നത് ഒരു 300 മൈസൂർ പൂവനും പിന്നെ കുറച്ച് നേന്ത്രനും ആണ് നമ്മളിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ വിത്ത് ഇത്രയും കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വിത്ത് കയറ്റാൻ വേണ്ടി പോവാണ്. നമ്മളപ്പം അടുത്ത സ്ഥലത്ത് വന്നിട്ടാണുള്ളത്. നമ്മൾ ഇവിടുന്ന് കയറ്റുന്നത് കിൻഡൽ. നമ്മൾ നേരത്തെ കിൻഡൽ ഒരു 240 എണ്ണം നമ്മൾ കയറ്റി. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് കയറ്റും. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല, നമ്മളിനി എണ്ണണം. എണ്ണിയിട്ട് വേണം എന്നാ നോക്കാൻ എത്ര എണ്ണം ഉണ്ടെന്ന്. ഇവിടുത്തെ സ്ഥലങ്ങൾ ഈ ഒരു സൈഡിൽ മൊത്തം നമ്മൾ ഇവർ വാഴ വെച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്. അവിടുത്തെ മൊത്തം വെട്ടിക്കളഞ്ഞു, കൊല എടുത്തതിന് ശേഷം മൊത്തം അടുത്തത് നടാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ആക്കാൻ വേണ്ടി അവർ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. പിന്നെ അപ്പുറം അതാ പണിക്കാരെല്ലാം കാണാം, അവരവിടെയൊക്കെ തീ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. പുകയൊക്കെ ഉണ്ട്. ഒരു കൊല മാത്രം ഇങ്ങനെ കൊലച്ചിരിക്കുന്ന അവിടെ പണിക്കാർ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം കയറ്റുന്നത് കാണിച്ചു തരാം. നല്ല ചൂട്. അങ്ങേ ചൂടാ, മഴയില്ലേ. അങ്ങനെ നമ്മുടെ 3ാമത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് നേന്ത്രനാണ് നമ്മളിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എത്ര എണ്ണമാണെന്ന് അറിയില്ല, കയറ്റി കഴിഞ്ഞിട്ട് എത്ര എണ്ണമാണ് നോക്കാം. ഇനിയും നമുക്കൊരു 2-3 സ്ഥലമുണ്ട് ഇനിയും കയറ്റാൻ വേണ്ടി. ഇനി നമുക്ക് മൈസൂർ പൂവൻ കയറ്റാനുണ്ട്, മൈസൂർ പൂവൻ പിന്നെ ഞാലിപ്പൂവൻ കയറ്റാനുണ്ട്. അല്ല മൈസൂർ പൂവൻ കയറ്റി. ഇനി നമുക്ക് റോബസ്റ്റയും ഞാലിപ്പൂവനും പിന്നെ ബാക്കി വരുന്ന നേന്ത്ര ഒരു കുറച്ച് വിത്ത് ഉണ്ടാവും. നേന്ത്രയാണ് നമ്മൾ എല്ലാ തവണയും കൂടുതൽ എടുക്കാറ്. നേന്ത്രയാണ് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് വരുന്നത്, നേന്ത്രനാണ്. പിന്നെ ഇപ്പോൾ അതാ നല്ല തെങ്ങിൻ തോപ്പ് കാണാം, ഫുള്ളും ചളിപുളിയാണ് ഇവിടെ. അപ്പുറം വാഴയുണ്ട്. ഇവിടെ പിന്നെ വാഴ പിന്നെ അവിടെ ഉണ്ടാവും, എവിടെ നോക്കിയാലും വാഴ കാണും. നമ്മളിപ്പം 4ാമത്തെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അതിന് മുന്നേ ഇവിടെ ഒരു കൊടിവേരി ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. ഇവിടെ വർഷത്തിൽ ഒരു തവണ വലിയ ഉത്സവമൊക്കെ നടക്കുന്നതാണ്. ഈ റോട്ടിലൊക്കെ അന്ന് പിന്നെ വണ്ടി എടുത്ത് പോകാൻ ഭയങ്കര പാടായിരിക്കും.
അത്രയ്ക്കും ട്രാഫിക് ആയിരിക്കും, ജനപ്രവാഹമാണ് ആ സമയത്ത്. അപ്പം നമ്മൾ ഇതിലേ പോകില്ല, നമ്മൾ വേറെ ഷോർട്ട് കട്ടിലെല്ലാം പോകും. ഇപ്പോൾ ഒരു മരുഭൂമി പോലെയാണ് ഉള്ളത്, ഇപ്പോൾ വെള്ളമൊന്നുമില്ല. എന്നാലും ആളുണ്ട്. ഇപ്പോൾ ഇത് ഓഫ് സീസൺ, എന്നാലും ഇവിടെ ആളുണ്ട്. ഈ പാലത്തിലൊക്കെ അന്ന് വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് അവിടെ വരെ കിടക്കാൻ ഒരു 100 മീറ്റർ എങ്ങാനും ഉണ്ടാവുള്ളൂ ഡിസ്റ്റൻസ് ഈ പാലത്തിന്റെ. പക്ഷെ അപ്പുറം എത്തണമെങ്കിൽ അത്രയ്ക്ക് സമയമാണ്. ഇപ്പം വലിയ ആളൊന്നുമില്ല, പക്ഷെ ഇതിന്റെ ആ ഉത്സവത്തിന്റെ സമയത്ത് ഇതൊരു കാണേണ്ട സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല, ആ സമയത്ത് നല്ല വെള്ളവും ഉണ്ട്. ഇത് വെള്ളം മഴക്കാലത്ത് വന്നു കഴിഞ്ഞ് ഇത് കാണാൻ അടിപൊളിയാണ്, അമ്മാതിരി ഭംഗിയാണ് ഈ സാധനം. അപ്പോൾ നമ്മുടെ വിത്തെല്ലാം കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പം ടാർപ്പ് ഇട്ട് കെട്ടിക്കൊണ്ടിരിക്കുവാണ് ഇവർ. മുകളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം. വിത്തൊന്നും അധികം ഇല്ല, ഒരു 5000 തികച്ചുണ്ടെങ്കിലേ ഉള്ളൂ. ഇവരുടെ എണ്ണം കറക്റ്റൊന്നും ആയിരിക്കില്ല, നമുക്ക് ചിലപ്പോൾ ഒക്കെ മാറാറുണ്ട്. ചിലപ്പോൾ നല്ല എന്നും ഇവരുടെ എണ്ണം അവിടെ എത്തുമ്പം മാറും. അവിടെ എത്തി നമ്മുടെ സ്റ്റാഫ് എണ്ണി ആണ് കറക്റ്റ് എണ്ണം നമുക്ക് കിട്ടുന്നത്. ഇവിടുന്ന് ഇവർ ഈ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം കുറച്ച് കൂട്ടിയൊക്കെ പറയും ഇവർ എണ്ണത്തിൽ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയാൽ കറക്റ്റ് എണ്ണം പറയാൻ പറ്റില്ല. ഇവരിപ്പോൾ 5000-ന് മുകളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എല്ലാം തികച്ച 5000 എന്നാണ് നമ്മൾ പറഞ്ഞത് വിത്ത് മൊത്തം. അപ്പം ഇനി അവിടെ എത്തിയിട്ട് എത്രയുണ്ടെന്ന് അറിയാം. അപ്പം ടാർപ്പ് ഇട്ട് കെട്ടി ഇന്ന് കുറച്ച് നേരത്തെ ലോഡ് കഴിഞ്ഞു. സാധാരണ നമ്മൾ ഈ സമയത്തൊന്നും പോകാറില്ല. ഞാൻ എപ്പോൾ വന്നാലും സൂര്യൻ അസ്തമിക്കാണ്ട് ഞാൻ അവിടെ സത്യമംഗലത്ത് നിന്ന് പോകാറില്ല. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണ്. സമയം ഇപ്പം എത്ര 4:10. ഇനിയൊരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് പരിപാടിയെല്ലാം കഴിയും. അപ്പം ഇത്രയാണ് നമ്മുടെ സത്യമംഗലത്ത് നമ്മൾ ഇത്തവണ ലോഡ് എടുക്കാൻ വന്നപ്പോൾ കാണിക്കാൻ പറ്റുന്ന കാഴ്ചകളും സംഭവങ്ങളൊക്കെ. അപ്പം നേഴ്സറിയിൽ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വാഴവിത്ത്, നേന്ത്രനും, പൂവനും, കിൻഡലും അതെല്ലാം. അപ്പം വൈപ്പിലും ചെറുപുഴ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. അപ്പം എല്ലാവരും നേഴ്സറിയിലേക്ക് വന്ന് സാധനം വാങ്ങുക, വേണ്ടവർ, ആവശ്യമുള്ളവർ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.